കടുത്ത നീക്കത്തിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ദേശീയ സുരക്ഷാ സമിതി യോഗം വിളിച്ചു. അതിനിടെ ജമ്മുകാശ്മീരിൽ 1500ഓളം പേരെ സൈന്യം കസ്റ്റഡിയിലെടുത്തു. തീവ്രവാദ കേസുകളിൽ മുൻപുൾപ്പെട്ടവരെയും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരെയുമാണ് പിടികൂടിയത്. ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പോലീസ് 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. ആർ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, കടുത്ത നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടപ്പോൾ പോലും എടുക്കാത്ത കടുത്ത നടപടികളാണ് ഇത്തവണ എടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ അതിശക്തമായ രീതിയിൽ തന്നെയാണ് തിരിച്ചടിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അല്പസമയം മുമ്പ് എടുത്തത്. അത് ഔദ്യോഗികമായി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു എന്നുള്ളതാണ്. 1960-ൽ രൂപപ്പെട്ട കരാറാണ്. അതിനുശേഷം പലതവണ ഇന്ത്യയും പാകിസ്ഥാനുമായി പലതരത്തിലുള്ള ടെൻഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഈ നദീജല കരാർ ഒരിക്കലും മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനുമേൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉയരുകയോ ചെയ്തിരുന്നില്ല. ലോകത്ത് തന്നെ നദീജല കരാറുകളിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നടപ്പാകുന്ന, തർക്കങ്ങളില്ലാതെ നടപ്പാകുന്ന നദീജല കരാർ എന്ന രീതിയിൽ ഖ്യാതി കൂടിയുള്ള ഒരു നദീജല കരാറാണ് ഇപ്പോൾ ഇന്ത്യ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിശക്തമായ രീതിയിൽ തന്നെ പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ കൂടി, ഒരു നയതന്ത്രത്തിന്റെ കൂടി ഭാഗമാണ് ഇന്ത്യയുടെ ഈ തീരുമാനം. ഇതുതന്നെയാണ് ഏറ്റവും കടുത്ത തീരുമാനം എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കുന്നില്ലെങ്കിലും നയതന്ത്ര ബന്ധത്തിൽ കാര്യമായ കുറവുകൾ വരുത്തിയിരിക്കുന്നു. പാകിസ്ഥാനിലെ ഇന്ത്യയിലുള്ള സാർക്ക് ഉടമ്പടി പ്രകാരം ഇന്ത്യ വിസ നൽകിയിട്ടുള്ള പാക് പൗരന്മാരുടെ എല്ലാം വിസ റദ്ദാക്കി 48 മണിക്കൂറിനുള്ളിൽ അവർ മടങ്ങിപ്പോകണം എന്നാണ് പ്രധാനമായും നിർദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇരു ഹൈക്കമ്മീഷനിലും, ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെയും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെയും ആകെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ 55-ൽ നിന്ന് 30ആയി പരിമിതപ്പെടുത്തി. സേനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയെല്ലാം ഇന്ത്യ പിൻവലിക്കാനും പാകിസ്ഥാന്റെ ഉദ്യോഗസ്ഥരെ തിരികെ വിളിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതും നയതന്ത്ര ബന്ധത്തിൽ പൂർണ്ണമായും വിച്ഛേദിക്കുന്നില്ല എങ്കിൽ പോലും ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗം കൂടിയാണ്. മറ്റൊന്ന്, അട്ടാരിയിലെയും വാഗയിലെയും അതിർത്തികൾ ഇന്ത്യ അടയ്ക്കാനും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടുത്ത നടപടി സൈനികമായ നടപടിയാണ് ഇന്ത്യ എടുക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഈ യോഗത്തിന് ശേഷം അത്തരമൊരു വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ ഈ യോഗം ചേരുന്നതിന് മുമ്പായി പ്രതിരോധ മന്ത്രി പറഞ്ഞത് ദൃഢമായ മറുപടി ഇന്ത്യ നൽകും. ആ വാർത്ത ഉടൻ തന്നെ കേൾക്കാം എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ നീക്കം, ഒരു ഭാഗത്ത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് പാകിസ്ഥാനെ ലോക സമൂഹത്തിന് മുന്നിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരതയെ വളർത്തുന്ന രാജ്യം എന്ന നിലയ്ക്ക് ഒറ്റപ്പെടുത്തുക എന്നുള്ള നയതന്ത്ര നീക്കം നടക്കുന്നു. മറുഭാഗത്ത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഭീകരാക്രമണം നടന്നാൽ തുടർന്ന് അതിന് അനുബന്ധമായ മറ്റ് ഭീകരാക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടിയുള്ള അതിശക്തമായ ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ തന്നെ 5 ഭീകരരെ അടക്കം വധിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അതിർത്തിയിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. മറ്റാരുടെയും മരണം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും അത്തരം ഏറ്റുമുട്ടലുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഇന്ത്യയിൽ തന്നെ തുടരുന്ന ഈ ഭീകരരെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ രീതിയിൽ നടക്കുന്നു. എന്തായാലും ഒരു സൈനികമായി തന്നെ നേരിടുന്നതിനൊപ്പം തന്നെ നയതന്ത്ര നേരിടൽ കൂടി രാജ്യത്തെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ ഇന്ത്യക്ക് ഉറപ്പാക്കിക്കൊണ്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള നീക്കത്തിന്റെ കൂടി ഭാഗമാണ്. ഇന്ത്യ പൂർണ്ണമായും ഈ കാര്യങ്ങളൊക്കെ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാതിരുന്നുകൊണ്ട് ചർച്ചയ്ക്കുള്ള ലോകരാജ്യങ്ങളെ അല്ലെങ്കിൽ ആ തരത്തിൽ പാകിസ്ഥാൻ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ഇടം കൂടിയാണ് ഇന്ത്യ ഈ തീരുമാനത്തിലൂടെ നൽകുന്നത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.